തമിഴ്നാട്ടിലെ കുരൂരിൽ നടന്ന വലിയ ദുരന്തം അത് മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വല്ലാത്ത നടുക്കത്തിലാണ് ആ സംസ്ഥാനം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. തിക്കിലും തിരക്കിലും വിട്ട് 31 മരണമാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 6 കുട്ടികൾ മരിച്ചിരിക്കുന്നു. 16ഓളം സ്ത്രീകളുടെ മരണവും ഇതിനകം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. വലിയ തോതിലുള്ള ആൾക്കൂട്ടം വിജയിയുടെ ഈ റാലിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ റാലി കരൂരിലെത്താനായുള്ള വഴികളെല്ലാം വലിയ തോതിൽ തന്നെ അടഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. ജനങ്ങളുടെ വല്ലാത്ത പ്രവാഹം. എല്ലാ ആഴ്ചയിലും ഇത്തരത്തിൽ ജനങ്ങളെ കാണാനുള്ള ഒരു സംവിധാനം വിജയുടെ പാർട്ടി ഒരുക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായായിരുന്നു ഇന്നത്തെ പൊതുസമ്മേളനവും വിളിച്ചിരുന്നത്. ഈ കാരവാൻ്റെ മുകളിൽ നിന്ന് വിജയ് ജനങ്ങളോട് സംസാരിക്കുകയാണ് സാധാരണയായി പതിവ്. സമാനമായി സംസാരം തുടങ്ങി. ഏതാണ്ട് 10-15 മിനിറ്റ് ആയപ്പോഴേക്കൽ തന്നെ ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് വലിയ തോതിൽ ആളുകളിൽ പരിഭ്രാന്തി പരത്തുകയും ചെയ്ത് തുടർന്ന് ആളുകൾ ചിതറി ഓടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്നാണ് ഇത്ര വലിയ ദുരന്തം സംഭവിച്ചത്. ചവിട്ടേറ്റും മറ്റുമാണ് ആളുകൾക്ക് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 31 മരണമാണ് ഇതിനകം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോൾ മന്ത്രിമാരടക്കം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെന്തിൽ ബാലാജി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വേണ്ട നടപടികൾ സ്വീകരിക്കും. ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായമടക്കം ഉള്ള കാര്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജയിയുടെ ഓരോ റാലിയിലും ഇത്തരം അധികം ജനക്കൂട്ടം സംഭവിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിജയുടെ റാലി നടന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ഗൗരവതരമായ കാഴ്ച തന്നെയാണ്. ഇത്ര അധികം ആളുകൾ അവിടെ തിങ്ങിക്കൂടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. സാർ വണക്കം സാർ.